വർക്ക് കഴിഞ്ഞു. ലോഗൗട്ട് ചെയ്യാൻ നേരമായി. എന്ത് പെട്ടെന്നല്ലേ ദിവസമൊക്കെ പോകുന്നത്. ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി ഞാനങ്ങ്. കണ്ണ് ക്ഷീണിച്ച് തലേന്ന് പുക വരുന്ന മാതിരിയൊക്കെ തോന്നി. എന്തായാലും മീറ്റിങ്ങും കഴിഞ്ഞ് മെയിലിന് റിപ്ലൈ ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റായി കഴിഞ്ഞ് ആ ലോഗൗട്ട് ചെയ്യുന്ന മൊമെൻറ്റ് അതൊരു പ്രത്യേക സന്തോഷമാണ്. എന്തായാലും അത് കഴിഞ്ഞ് എന്നെ ആക്റ്റീവാക്കുന്നൊരു സാധനമുണ്ട്. ദേ ഈ ചായ. എല്ലാം കഴിഞ്ഞ് ഈ ചായയും കുടിച്ച് ബാൽക്കണിയിൽ വന്നു നിന്ന് പുറത്തൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഇന്ന് വലിയ കലാപരിപാടികളൊന്നുമില്ല. ഇന്നൊരു പനീർ റാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പനീറും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. എൻ്റെ ആദ്യത്തെ ട്രൈയിൽ തന്നെ അതങ്ങോട്ട് പൊളിച്ചു. അതിന് ശേഷം ഇപ്പോൾ സ്ഥിരം പനീർ റാപ്പാണ്. അതിങ്ങനെ നേരത്തെ മുളകൊക്കെ പുരട്ടി ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞ് വന്ന് എല്ലാം ഇങ്ങനെ എടുത്ത് അതിന് നന്നായിട്ട് വഴറ്റി വഴറ്റുമ്പോൾ തന്നെ എനിക്കങ്ങ് എൻ്റെ കൺട്രോൾ പോകും. അപ്പം തന്നെ എടുത്ത് കുറച്ച് കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ എന്തായാലും ഞാനത് കൺട്രോൾ ചെയ്ത് വെച്ച് നമ്മുടെ ഈ റാപ്പിൽ പനീറും പിന്നെ വഴറ്റിയ ക്യാപ്സിക്കവും സവാളയും കുറച്ച് മയണൈസും കുറച്ച് സോസും ലെറ്റ്യൂസും എല്ലാം കൂടെ ചേർത്ത് ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കാൻ വിചാരിക്കും. ഇത് ഞാൻ ഇന്ന് പഠിച്ചതാണ്, ഈ റാപ്പ് എങ്ങനെ റാപ്പ് ചെയ്യണമെന്ന്. അത്രയും ദിവസം ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ട് നമ്മുടെ ദോശയും പൊറോട്ടയൊക്കെ കഴിക്കില്ലേ, അതേമാതിരി കൈ കൊണ്ട് മുറിച്ച് മറ്റേതിൽ മുക്കിയാണ് കഴിക്കാറ്. ഇന്നെന്തായാലും റാപ്പ് ചെയ്യണമെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകും. ചില ദിവസങ്ങളിൽ രാവിലെ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നത് നേരത്തെ എനിക്ക് തോന്നിയിട്ടാണോ എന്താണെന്നറിയില്ല, വർക്കൗട്ട് ഇന്ന് ഞാൻ വൈകിട്ടാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ദിവസത്തിലെ ഏറ്റവും ഫേവറേറ്റ് ടൈം. ഒന്ന് കുളിക്കുക, എന്നിട്ടൊന്ന് ഫ്രഷ് ആവുക. ആ ദിവസത്തെ ക്ഷീണം എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് ഇങ്ങനെ അങ്ങ് ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ അഴുക്ക് ഇളകി പോകുന്ന മാതിരി ആ ക്ഷീണം അങ്ങോട്ട് ഇളകി പോകുന്ന എനിക്ക് തോന്നും. അത് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാം സെറ്റായി സ്കിൻ കെയറും ചെയ്ത് പിന്നെ നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകും. ഇന്ന് ഞാനിപ്പോൾ ഈ ഒരു യെല്ലോ ഡ്രസ്സായിട്ടേക്കണം. ഇതെങ്ങനെയുണ്ട്? എൻ്റെ ലൈഫ് മാറ്റിമറിച്ചൊരു സംഭവം ഇപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ജേർണലിങ്ങും റീഡിങ്ങും. എല്ലാ ദിവസവും വന്നിട്ട് എൻ്റെ ലൈഫിൽ നല്ലതൊന്നും ഉണ്ടാവില്ല, എല്ലാം എനിക്ക് മാത്രമാണ് ദുഃഖങ്ങൾ, പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം നല്ലത് നടന്നുകൊണ്ടിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സ്വയം താഴ്ത്തി മറ്റുള്ളവരൊരു കോംപ്ലിമെൻറ്റ് തരുമ്പോൾ കൂടി അത് നിങ്ങളുടെ തോന്നലാന്നൊക്കെ പറഞ്ഞ് അതിനെല്ലാം തള്ളി മാറ്റി ഫുള്ള് നെഗറ്റീവ് അടിച്ചിരുന്നപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിച്ചു, മാനിഫെസ്റ്റ്. എനിക്ക് ചെറിയ രീതിയിൽ തുടങ്ങിയ മാറ്റങ്ങൾ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയില്ലേ, അതേമാതിരി നമ്മുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി തുടങ്ങി. അതോടെ എനിക്കെല്ലാത്തിലും നല്ലൊരു പോസിറ്റിവിറ്റി കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദിവസവും എനിക്ക് നടന്ന എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ എഴുതാൻ തുടങ്ങി. അത് ഈ ചെറിയൊരു കാര്യമാവും. മേ ബി വഴിയിലൊരാൾ എന്നെ നോക്കി ചിരിച്ചു, മറ്റേ കളിയാക്കി ചിരിക്കുന്നതല്ല കേട്ടോ. ഈ സാധാരണ ചിലർ നമുക്കറിയില്ല, നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കില്ലേ നമുക്കൊരു ഒരു ഒരു പരിചയം തോന്നില്ലേ, അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ തോന്നില്ലേ, അങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നന്ദി എഴുതും. പിന്നെ അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി എന്നെ നോക്കി കൈ കാണിച്ചു, അത് എനിക്ക് ആ സമയത്തൊരു സന്തോഷം നൽകി. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതും. ഇതൊക്കെ എല്ലാം ചിന്തിച്ച് ടൈം അങ്ങനെ പൊക്കോണ്ടേയിരിക്കും. എല്ലാം എഴുതി തീർക്കുകയും ചെയ്യും. എല്ലാം എഴുതി തീർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോരം നല്ല കാര്യങ്ങളാണ് ഡെയിലി നമുക്ക് സംഭവിക്കണേന്ന്. എന്തായാലും അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ടു ഡു ലിസ്റ്റ് എഴുതുക. ഇത് ഒന്നെങ്കിൽ ഞാൻ തലേ ദിവസം എഴുതി വെക്കും, അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ എഴുതുന്നത്. ഇന്നെന്തായാലും തലേ ദിവസം തന്നെ എഴുതാമെന്ന് വെച്ചു. അടുത്ത ദിവസം ചെയ്യേണ്ട എല്ലാ ടാസ്കുകളും, ഇന്ന് ചെയ്ത എല്ലാ ടാസ്കുകളും ടിക്കിട്ട് എല്ലാം കംപ്ലീറ്റ് ആക്കും. ആ ടിക്കിടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, എന്തൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടെന്നൊരു ഫീലിംഗ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് ടു ഡു ലിസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പോയി വേഗം അതിൽ എഴുതിയിട്ട് ടിക്ക് ചെയ്യും. അപ്പോൾ വീണ്ടും ഒരു സന്തോഷം. എന്തായാലും ലൈഫ് മുന്നോട്ട് പോകുമല്ലേ. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ റീഡിങ്ങാണ്. ഇത്രയൊക്കെ ബുക്കുകൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കാണാം. പക്ഷെ എന്നാലും എല്ലാം ഒന്നും ഞാനങ്ങനെ വായിച്ചിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ വായിക്കാൻ ദ വേ ഐ യൂസ്ഡ് ടു ബി എന്ന
സംഭവം ഞാൻ അതിൻ്റെ ടൈറ്റിൽ നോക്കി വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച ഒരു കണ്ടൻ്റ് അല്ല അതിൽ. പക്ഷെ എന്നാലും ഒരു ക്യൂരിയോസിറ്റി അതിലുള്ളതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വെച്ചു. ഈ ഡെയിലി എന്ത് ടൈപ്പ് ബുക്കാണെങ്കിലും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൊക്കാബുലറിയും ശരിയാവും. പിന്നെ നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. അത് തന്നെയാണല്ലോ നേരത്തെ പറഞ്ഞത്. ഓക്കെ, എന്തായാലും അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാറൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് അങ്ങനെ എന്തെങ്കിലും വായിച്ചതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഗൂഗിളിൽ കയറി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് വായിക്കും. ഡെയിലി ടു ഡു ലിസ്റ്റിലേ അത് ടിക്ക് ചെയ്യാൻ. ടു ഡു ലിസ്റ്റല്ല, ഹാബിറ്റ് ട്രാക്കർ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു തരാം. അതിൽ എന്തൊക്കെയാണ് ആ ബുക്കിലുള്ളത്. എൻ്റെ ലൈഫ് മാറ്റിമറിച്ച വേറൊരു ബുക്കാണത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. എന്തായാലും ഇതിപ്പോൾ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ തന്നെ എൻ്റെ സന്തോഷം അങ്ങോട്ട് ഒരു നിർവൃതിയാണ്. എല്ലാം കഴിഞ്ഞ് മനസ്സ് റിലാക്സ്ഡായി, സ്ക്രീൻ ടൈമിൽ നിന്ന് മാറി എന്നെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ റീഡിങ് ഞാൻ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യും. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നാലും ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പോസിറ്റിവിറ്റി അതെനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് ദിവസത്തെ ലാസ്റ്റ് കാര്യം. കിടക്കുന്നതിന് മുന്നേ ഒരു മ്യൂസിക് ഇടുക. അത് എല്ലാ ദിവസവും സെയിം മ്യൂസിക് തന്നെ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ എനിക്ക് പീരീഡ്സൊക്കെ ആവുന്ന ടൈമിനാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള സബ്ലിമിനൽ മ്യൂസിക് കേട്ടിട്ടായിരിക്കും കിടക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലാത്തതുകൊണ്ട്, ഇതിപ്പോൾ നോർമൽ ഡേയ്സ് ആയതുകൊണ്ട് ഞാൻ റെയിൻ്റെ സൗണ്ട് ഇട്ടാക്കി കിടക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ ആ ഫാനിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അതൊരു സമാധാനമാണ്. ആ സമയത്ത് എനിക്ക് റെയിനും വേണ്ട, വേറെ ഒന്നും വേണ്ട, ഫാനിൻ്റെ സൗണ്ട് മാത്രം മതി. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഫാൻ ഇട്ട് കിടക്കുന്ന പരിപാടി നടക്കുകയില്ല. അതുകൊണ്ട് എന്തായാലും ഈ റെയിൻ്റെ സൗണ്ടൊക്കെ കേട്ട് വായിച്ച ബുക്ക് തിരിച്ചൊക്കെ വെച്ച് എല്ലാം കഴിഞ്ഞ് ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി എല്ലാം സെറ്റാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഈവനിങ് വ്ളോഗാണ്. നിങ്ങൾ തംബ്നെയിലും കണ്ടു കാണും. അതെടുത്ത് വന്നപ്പോഴത്തേക്കും പക്ഷേ നൈറ്റ് വരെ എത്തി. എന്തായാലും എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ, ഗുഡ് നൈറ്റ്.